എന്നെ പ്രണയിച്ച പ്രവാസമേ നിന്നോട് മാപ്പ്. ചിലതെല്ലാം നേടിത്തന്നതിനും ചിലതെല്ലാം നഷ്ടപ്പെടുത്തിയതിനും. പിന്നെ ഞാൻ നാട്ടിൽ പോവാണ് സുഹൃത്തുക്കളെ. എൻ്റെ കൂടെ 5 വർഷമായി ഈ മുത്ത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു വാപ്പയുടെ സ്ഥാനം തന്നെ പറയാം. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ കട്ടക്ക് നിന്നൊരു മനുഷ്യനാണ്. ഞാൻ വന്നിട്ട് ആകെ 4 മാസം ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടായിട്ടുള്ളൂ. എനിക്ക് പെട്ടെന്ന് ചില സാഹചര്യങ്ങൾ എനിക്ക് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. ഞാനിതുവരെ ആരെയും ബാഡ് കമൻറ്റോ കാര്യങ്ങളൊന്നും എഴുതിയിട്ട് വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപാട് തവണ ബാഡ് കമൻറ്റൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ ഞാനൊരു മനുഷ്യനാണ്, ചിലപ്പോൾ ഞാനും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. കാരണം ഞാൻ അങ്ങനെ ആരോടൊരു വഴക്കിനോ പ്രശ്നങ്ങൾക്കോ പോവാത്തൊരു മനുഷ്യനാണ്. എൻ്റെ ഓരോ വീഡിയോസ് നിങ്ങൾ പ്രൊഫൈലിൽ കയറി നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യം എനിക്ക് ഏകദേശം 2 മില്യണുള്ള ഐഡി ഉണ്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം തുടങ്ങിയ ടിക്ടോക്ക് അക്കൗണ്ടാണിത്. ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ കളിയാക്കുന്ന രീതിയിലുള്ള കമൻസ് അല്ലെങ്കിൽ കോമഡി കമൻസുകൾ, കാരണം ഞാനൊരു ഡാൻസർ എന്നുള്ള ഒരു പബ്ലിക് ചലഞ്ചർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 4 മാസം കൊണ്ടൊന്നും പെട്ടെന്ന് ആരും, പക്ഷെ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ കഫീൽ പറഞ്ഞു ഇന്നായിക്കോട്ടെ സെഫിക്ക് പോയിട്ട് ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്യും. പക്ഷേ എന്താ പറയുക, ആദ്യം പോയത് സൗദി അറേബ്യയിലായിരുന്നു, പിന്നെ പോയത് ഖത്തറിലായിരുന്നു, പിന്നെ പോയത് ദുബായിലായിരുന്നു, പിന്നെ ഞാൻ എത്തുന്നത് ഈ കുവൈത്തിലേക്കാണ്. കുവൈത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതൊരു വാക്കിലോ 2 വാക്കിലോ തീരൂല. ഇനിയൊരു പ്രവാസത്തേക്ക് തിരിച്ചു വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുമോ അതും എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വേദനിപ്പിച്ചവർക്ക് എല്ലാവർക്കും ഞാൻ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ യാത്രക്ക് റാഹത്താവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. ഇതാ ബോസ് അവിടെ നിൽക്കുന്നുണ്ട് ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട്. കാരണം എന്നെ ചീത്ത പറയും, ഇടയ്ക്ക് അടിക്കും. പക്ഷെ എന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ നിമിഷം മുതൽ ഈ സമയം വരെ ഞാൻ അദ്ദേഹത്തെയും വേദനിപ്പിച്ചില്ല. മൂപ്പര് ഒരുപാട് തവണ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. കാരണം ഞാനൊരു തൊഴിലാളിയാണ്, മൂപ്പരിൻ്റെ ഓണറാണ്. എങ്ങിട്ട് പോലും ഞാൻ അദ്ദേഹത്തെ വെറുത്തിട്ടില്ല. കാരണം പല ആളുകളും കമൻറ്റ് ഇടാണ്ട് നിൻ്റെ അറബിനെ നീ എത്തിങ്ങാനയിലാക്കിയൊന്നു. പക്ഷെ ഞാൻ അവരോട് ആ എത്തിങ്ങാനയിലാക്കി ഇനി എത്ര ദിനാർ ഇവിടുന്ന് കട്ടിട്ട് മുങ്ങിയതാന്നൊക്കെ ഞാൻ പറയുന്നത്. എന്തിനാ നമ്മളെല്ലാവരോടും ബോധിപ്പിക്കേണ്ട ആവശ്യം? പക്ഷെ ആ ബോസ് ഇന്നും എന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.